രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ LDFും UDFും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ UDF ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 83 സീറ്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് UDF എന്ന് വേണം പറയാൻ. സംസ്ഥാനത്ത് UDF തരംഗമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. പോസ്റ്റൽ ബാലറ്റുകളിൽ വലിയ ഭൂരിപക്ഷം LDFന് ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് ഇഞ്ചോടിഞ്ച് നിലയിലേക്കായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ EVM കൂടി എണ്ണിത്തുടങ്ങിയതോടെയാണ് ഇത്തരത്തിൽ വലിയ ലീഡ് നില UDF ഉയർത്തിയിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ UDF മുന്നേറ്റം പല സ്ഥലത്തും കണ്ടിരുന്നു. എന്നാൽ LDF പല സ്ഥലത്തും താഴേക്ക് പോകുന്ന ഒരു ചിത്രമായിരുന്നു തെളിഞ്ഞത്. എന്തായാലും ഉച്ചയോടെ ഫലസൂചനകൾ വ്യക്തമാകും. കേരളത്തിനൊപ്പം പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തുടക്കം മുതൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് ആദ്യ ലീഡ്. മഞ്ചേശ്വരത്തും NDAയാണ് മുന്നിൽ. നേമത്ത് ശിവൻകുട്ടിയാണ് ലീഡ് ചെയ്യുന്നത്. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനാണ് മുന്നിൽ. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോണാണ് ലീഡ് ചെയ്യുന്നത്. അങ്കമാലിയിൽ റോജി M ജോണിനാണ് ലീഡ്. തൃത്താലയിൽ VT ബൽറാമാണ് മുന്നിൽ. തൃക്കാക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസാണ് ലീഡ് ചെയ്യുന്നത്. അതേസമയം പിശകും വീഴ്ചയും ഒഴിവാക്കാൻ വോട്ടെണ്ണലിൽ തിടുക്കം വേണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും. വോട്ടെണ്ണൽ ആദ്യം പൂർത്തിയാക്കിയതിന്റെ പേരിൽ ആർക്കും അവാർഡ് നൽകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. 53,984 സർവീസ് തപാൽ വോട്ടിൽ 20,028 എണ്ണം കിട്ടിയതോടെ പോളിംഗ് ശതമാനം 79.70 തിങ്കളാഴ്ച 8 മണിവരെ കിട്ടുന്ന തപാൽ വോട്ടുകൾ കൂടി എണ്ണുമെന്നതിനാൽ ഇത് പോളിംഗിന്റെ അന്തിമ കണക്കായിരുന്നില്ല. പൂർണ്ണ കണക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡിൽ കിട്ടും. വോട്ടെണ്ണുന്നതിനെപ്പറ്റി പരാതിയുണ്ടെങ്കിൽ നിരീക്ഷകർ, കളക്ടർ, വരണാധികാരി എന്നിവർക്ക് പരാതി നൽകാം. 1950 എന്ന നമ്പറിലും വിളിക്കാം. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ധരിച്ചെത്തുന്നവരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. സ്ഥാനാർത്ഥിയും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഉൾപ്പെടെ 15 വിഭാഗത്തിലുള്ളവരാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. സ്ട്രോങ് റൂമിൽ നിന്ന് തപാൽ വോട്ടുകൾ ആദ്യം വോട്ടെണ്ണൽ ഹാളിൽ എത്തിച്ച് 50 വീതം കെട്ടുകളാക്കിയാണ് എണ്ണിയത്. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ റൗണ്ടും പൂർത്തിയാകാൻ അരമണിക്കൂർ വരെ വേണ്ടിവരാം. വൈകിട്ട് 5 മണിയോടെ മുഴുവൻ ഫലവും പുറത്തുവരും. 2.71 കോടി വോട്ടർമാർ 30,495 ബൂത്തുകളിലും അല്ലാതെയും രേഖപ്പെടുത്തിയ വോട്ടാണ് എണ്ണുന്നത്. ഓരോ റൗണ്ടിലുമുള്ള വോട്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. കേരളത്തിന് പുറമെ തമിഴ്നാട്, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടക്കും. സാമാജികരുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന 6 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും. തമിഴ്നാട്ടിൽ 234, ബംഗാളിൽ 294, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെ 824 മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ബംഗാളിലെ ഫാൽത്ത മണ്ഡലത്തിലെ വോട്ടെണ്ണൽ 24-ന് നടക്കൂ. ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന പരാതികളെ തുടർന്ന് 21-ന് ഇവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.